ഹൈസ്കൂൾ വിഭാഗം മോണോ ആക്ടിലെ എ ഗ്രേഡ് കിട്ടിയിട്ടുള്ള ഒരു കൊച്ചുമിടുക്കനാണ് നമ്മുടെ കൂടെയുള്ളത്. പേരെന്താ? പാർത്ഥസാരഥി. ഏത് സ്കൂളിലാ? SRKG VMHS പുറനാട്ടുകാരിൽ. ആ, അപ്പൊ നമ്മള് മോണോ ആക്ട് ആയിരുന്നു പെർഫോം ചെയ്തത് അല്ലേ? അതെ. എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? നന്നായി ചെയ്തു. കുറെ നാളായോ പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിട്ട്? അതെ. മുൻപും കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഒരു വട്ടം പങ്കെടുത്തിട്ടുണ്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. പിന്നെ ഇപ്പോ 8ല് അല്ലേ? 8ാം ക്ലാസ്സിലാണ്. അപ്പൊ 2 വർഷത്തെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വന്നത് അല്ലേ? അതെ. ഇനി അടുത്ത വർഷം ഉണ്ടായിരിക്കോ? അടുത്ത പ്രാവശ്യം ശ്രമിക്കും. നമ്മൾ ശ്രമിച്ചെപ്പോഴും മുന്നോട്ട് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലേ? മോണാക്ട് എങ്ങനെയുണ്ടായിരുന്നു? പുതിയ മത്സരം നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? ടഫായിരുന്നു. ആണല്ലേ? നമ്മൾ ജില്ലാ ലെവൽ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ ആളുകൾ ഇങ്ങനെ ഒരു ഫിൽറ്ററിങ് കഴിഞ്ഞിട്ട് വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ടഫായിരിക്കും അല്ലേ? മോണാക്ട് എന്തായിരുന്നു ടോപ്പിക്? നമ്മുടെ ആ ഒരു പ്രസന്റേഷന്റെ ടോപ്പിക് എന്തായിരുന്നു? UP ഒരു താഴ്ന്ന ജാതിക്കാരന്റെ തലയിൽ മൂത്രം ഒഴിച്ച കേസായിരുന്നു. ഇതാരാ പഠിപ്പിച്ചിരുന്നത്? അച്ഛനാണല്ലേ? അച്ഛന് എങ്ങനെ ഈ ഒരു ടോപ്പിക് ആരാ? മോനാണോ സജസ്റ്റ് ചെയ്തത്? അച്ഛൻ തന്നെ ഇങ്ങോട്ട് പാപ്പനാണ് എഴുതി കൊടുത്തത്. പാപ്പൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ആണല്ലേ? അപ്പൊ ഈ ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ട് ഈ മോണാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോഴാണോ നമ്മൾ കേട്ടത്? അതിന് മുമ്പേ അറിയായിരുന്നോ? അതിന് മുമ്പ് അറിയായിരുന്നു. കേട്ടിരുന്നു അല്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിനെ കുറിച്ചൊക്കെ അറിയണ്ടായിരുന്നു. ഇങ്ങനെ സ്ക്രിപ്റ്റ് ആയിട്ട് വന്ന് നമ്മളത് പഠിച്ച് പ്രസന്റ് ചെയ്യായിരുന്നു അല്ലേ? നമുക്കതിൽ ഒരു ചെറിയ പോർഷൻ നമുക്ക് കാണിച്ചു തരാനായിട്ട് പറ്റില്ലേ? ഓക്കെ. നിന്നെ കാണുമ്പോ ഒരു കാര്യങ്ങൾ പോലുണ്ടല്ലോ. ഇത്തരം കാഴ്ചകൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടായിരിക്കുന്നു. ഇതങ്ങ് ഉത്തരേന്ത്യയിലാണെങ്കിൽ നമ്മുടെ സ്വന്തം മതേതര കേരളത്തിൽ നടന്ന ഒരു സംഭവമുണ്ട്. ഗായ്സ്, നിങ്ങളെ പോയി കാണണേ. നമ്മൾ ഈ ഒരു പ്രസന്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഇമോഷണൽ ആവാറുണ്ട്. ഇതൊക്കെ നമ്മൾ നേരിട്ട് നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഇമോഷനിലാണല്ലോ നമ്മൾ ഓരോന്ന് ചെയ്യുക. അപ്പം നമുക്ക് തന്നെ അയ്യോ ഇങ്ങനെ ഭയങ്കര വിഷമമൊക്കെ തോന്നാറുണ്ടോ? നമ്മൾ സാധാരണ വെറുതെ ഒരു ന്യൂസ് വായിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മൾ ഈ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്ഥാനത്ത് ഉള്ള രീതിയിലാണല്ലോ നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് നമുക്ക് ഇമോഷണൽ ആവും അല്ലേ? നമ്മളിങ്ങനെ മോണാക്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരുപാട് തീംസ് ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലേ? ഓരോ വർഷവും പുതിയ പുതിയ തീംസ് ആയിരിക്കും അല്ലേ വരുന്നുണ്ടാവുക? അങ്ങനെയുള്ള തീമാണ് ഓരോരുത്തരും എടുത്തു വരുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ റിസൾട്ട് ഒക്കെ വന്നു. ഇപ്പൊ ഇനി വേറെ വല്ല മത്സരങ്ങൾ കാണാനൊക്കെ നടക്കുന്നുണ്ടോ ഇവിടെ? സ്കിറ്റിന് വരണമെന്നുണ്ട്. സ്കിറ്റ് മത്സരം, സ്കിറ്റ് കാണാൻ, നാടകം ചെയ്യാൻ. കഴിഞ്ഞ പ്രാവശ്യം HS സയൻസ് ഡ്രാമ ശാസ്ത്ര നാടകം ഞങ്ങളുടെ ടീമിന് സെക്കൻഡ് ഉണ്ടായിരുന്നു. ജില്ലാ ലെവലിൽ സെക്കൻഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇന്ന് മികച്ച നാടകം ഞങ്ങൾക്ക് കിട്ടി. ഇപ്രാവശ്യം നാടകത്തില് മോൻ പങ്കെടുക്കില്ല? ഇപ്രാവശ്യം സ്കൂളിൽ നിന്ന് നാടകം ഇറക്കിയിട്ടില്ല. നാടകം ഇഷ്ടമാണ്, ഇങ്ങനെ അഭിനയാണ് ഇഷ്ടം അല്ലേ? ഓക്കെ. ചേട്ടന്റെ കൂടെ ഒരു അനിയൻകുട്ടൻ കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് അനിയനെ കൂടെ വിളിച്ചാലോ? ഓടിവാ. അനിയൻകുട്ടിയുടെ പേരെന്താ? ദേവനാരായണൻ. ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 3ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാ? GUPS ചൂരക്കാട്ടുകര. ചേട്ടന്റെ പെർഫോമൻസ് കണ്ടോ? ചേട്ടൻ നന്നായിട്ട് ചെയ്തു. ചേട്ടൻ ചെയ്യുന്ന പോലെയൊക്കെ അനിയനും ചെയ്യാൻ തോന്നാറുണ്ടോ? തോന്നാറുണ്ട്. ചെയ്യുന്നുണ്ടോ? അടുത്ത വർഷമൊക്കെ ആയിട്ട് കുറച്ചും കൂടെ വലുതായിട്ട് ചെയ്യണം അല്ലേ? ഈ സ്കൂൾ ലെവലിൽ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പഠിച്ചെടുക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ചെയ്തില്ല. അടുത്ത പ്രാവശ്യം ചെയ്യുന്ന പറയേണ്ടി ചെയ്യും. അടുത്ത പ്രാവശ്യം അപ്പൊ നമ്മൾ സ്റ്റേജിൽ ഇനി മുതൽ അങ്ങനെ സ്റ്റേജിൽ കയറാൻ പോവാ, പിന്നെ ഇറക്കല്ല അല്ലേ? ഇനി അടുത്ത വർഷം മുതൽ നമ്മൾ ചേട്ടനേക്കാൾ കൂടുതൽ ഐറ്റംസ് സ്റ്റേജിൽ കയറിയിട്ട് പെർഫോം ചെയ്യണം അല്ലേ? ഇപ്പോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടോ, അല്ലെങ്കിൽ അഭിനയിക്കുക, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. പാട്ട് വേണമെങ്കിൽ പാടാം. സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ ഇല്ലേ? ഒരു പാട്ട് ഉണ്ടല്ലോ, പഠിപ്പിക്കണം. മോണാക്ട് ഒരു സീൻ ചെയ്യും. നമസ്കാരം. അരികുവൽക്കപ്പെട്ടവർ, ആദിവാസികൾ, ഇവരെ വെളുക്കപ്പെട്ടവരായി മാത്രം നോക്കിക്കാണുന്ന പുത്തൻ മനുഷ്യ,
അവരുടെ പരിഷ്കൃത പിന്തുടർച്ചക്കാർ മാത്രമാണ് നാം. വാൽ നിറയെ ഭാരതീയ സംസ്കാരവും വയർ നിറയെ മതേതരം വിളമ്പുന്നവരും അവരും ഇവിടെ ജീവിക്കുന്നവരാണ്. ഈ നാടിന്റെ മക്കളാണ്. സ്റ്റാർട്ടിംഗ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അടുത്ത വർഷം കയറാനുള്ള ബേസിക് ലെവൽ ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ ചെയ്ത സെയിം സാധനത്തിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ അപ്പൊ ചേട്ടൻ ചെയ്യുന്ന കണ്ട് പഠിച്ചതാണോ? ആണോ? ആഹാ, ചേട്ടൻ ചെയ്ത് കണ്ട് പഠിച്ചിട്ടുണ്ട്. അതായത് അടുത്ത കൊല്ലം എനിക്ക് പോകണം എന്ന് പറയാനായിട്ടാണ് അവൻ ഇപ്പോഴേ ഇത് പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അടുത്ത കൊല്ലം എന്തായാലും സ്റ്റേജിൽ കയറാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അടുത്ത കൊല്ലം കാണാം നമുക്ക്. ഓക്കെ, ചേട്ടനും ഓൾ ദി ബെസ്റ്റ്. ഇനി ഒരുപാട് വേദികൾ കയറാനുള്ളതല്ലേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.